850 കോടിയിൽ നിന്ന് 8320 കോടിയിലേക്ക് 850 crores to 8320 crores. ഒരു സ്റ്റാർട്ടപ്പിന്റെ 5 വർഷത്തെ ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് വലിയൊരു കേസ് സ്റ്റഡി ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സെറോദയുടെ കഥ. ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കർ, സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കർ ആയിട്ടുള്ള സെറോദയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. 2019 ഓൺലി 850 crores ആയിരുന്നു സെറോദയുടെ റവന്യൂ എങ്കിൽ ഇന്ന് 2024 ആയപ്പോഴേക്കും ഏകദേശം 8320 കോടിയിലേക്കുള്ള വളർച്ച, ഓൾമോസ്റ്റ് 10 times ഗ്രോത്തിലേക്കാണ് സെറോദ പോയിട്ടുള്ളത്. സെറോദയുടെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കമ്പത്ത് ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് ശരിക്കും സെറോദ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് സെറോദയുടെ ഈ ഗ്രോത്ത് സ്റ്റോറിയുടെ അപ്പുറത്തേക്ക് സെറോദയുടെ മറ്റൊരു സാധനം, ഒരു കരിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക് സെറോദയുടെ സ്റ്റോറിയിൽ ഒളിച്ചിരിപ്പുണ്ട്. 2019 സെറോദ 850 കോടിയിൽ നിൽക്കുന്ന സമയത്ത് ഇതിലെ ടെക് ഡിപ്പാർട്ട്മെന്റിൽ, ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ 30 സ്റ്റാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കോഴിക്കോട്ടുകാരൻ കൈലാഷ് നാഥ് ഹെഡ് ചെയ്യുന്ന, കൈലാഷ് നാഥാണ് സെറോദയുടെ CTO എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. പുള്ളിയുടെ കഥയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി വന്നിട്ട് ഇത്രയും വലിയ ഒരു സ്റ്റാർട്ടപ്പ് സക്സസ്സിൽ വലിയ രീതിയിലൊരു കോൺട്രിബ്യൂഷനിലേക്ക് പോയിട്ടുള്ള സ്റ്റോറിയാണ് കൈലാഷിൻ്റെതിലുള്ളത്. ഈ 2019 30 സ്റ്റാഫിൽ നിന്ന് ഏകദേശം 10 ഇരട്ടി വളർച്ചയിലേക്ക് 2024 പോയപ്പോഴും സെറോദയുടെ ടെക് ഡിപ്പാർട്ട്മെന്റിൽ 35 ആളുകളായിട്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ്. അതായത് 30 സ്റ്റാഫിൽ നിന്ന് വെറും 5 സ്റ്റാഫ് മാത്രമാണ് ഈ ടെക് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ളത്. വലിയൊരു ഐ ഓപ്പണിംഗ് ഇൻസൈറ്റ് സെറോദയുടെ ഈ സ്റ്റോറിയിൽ ഒരു കരിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എടുത്തു പറയാനുണ്ട്. ഫ്യൂച്ചർ ഓഫ് വർക്ക്, അല്ലെങ്കിൽ വരുന്ന കാലത്തെ വർക്കിന്റെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ, ക്ലിയർ സിഗ്നലാണ് ഈ സംഭവത്തിൽ കാണുന്നത്. ഇത്രയും ചെറിയൊരു ടീം, ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഉള്ള ചെറിയൊരു ടീം പർപ്പസ് ഡ്രിവൺ ആയിട്ട് പോയപ്പോഴേക്കും ഇത്രയും ഇരട്ടി ഗ്രോത്തിലേക്ക് പോയി എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതേ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് പകരം വളരെ ലീൻ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് അവർക്ക് പോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഞാൻ പറഞ്ഞു വരുന്നത്, വരും കാലങ്ങളിൽ ഇങ്ങനെയായിരിക്കും എല്ലാ കമ്പനികളുടെയും എല്ലാ കരിയറുകളുടെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുടെയൊക്കെ അപ്പുറത്തേക്ക് വളരെ ഹൈ ഇൻകം സ്കില്ലുള്ള കുറച്ച് ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലേക്ക് ഗ്രോത്തിലേക്ക് പോകാം. എൻ്റെ ചോദ്യം, നിങ്ങൾ ഇത്തരത്തിലാണോ നിങ്ങളുടെ സ്കില്ലുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ ഫ്യൂച്ചർ ഓഫ് വർക്ക് അല്ലെങ്കിൽ ടെക്നോളജിയും ഇതൊക്കെ ഈ രീതിയിൽ വളർന്നു വരുമ്പോൾ അത്തരത്തിൽ അഡാപ്റ്റ് ചെയ്യാനും അത്തരത്തിൽ സ്വിച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ചോദ്യം.